ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മൾ ഒരിടത്തും പോവാണ്. നമ്മളൊരു 4 ദിവസത്തെ ഒരു ബ്രേക്കിന് വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് ഭയങ്കര അടിപൊളി ഹോളിഡേ ഒന്നുമല്ല കേട്ടോ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരെ കാണാൻ പോവാണ്. അപ്പം അതിന് മുന്നേ നാളെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് ഫുൾ ഡേ ഡ്യൂട്ടിയാണ്. ബേജേഷനും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നമ്മൾ ഓണം പ്രമാണിച്ച് കേട്ടോ ഈ പോക്ക്. ഓണം പ്രമാണിച്ചൊന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ കുറേ നാളെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. ദാവിക്ക് സമ്മർ ഹോളിഡേയ്സ് ആയിരുന്നെങ്കിലും അധികം നമ്മൾ ഒത്തിരി പുറത്തോട്ടൊന്നും പോയില്ല. നമ്മുടെ ഇങ്ങോട്ട് എല്ലാവരും വന്നെങ്കിലും നമ്മളെങ്ങോട്ടും പോയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ മടുത്തു. ഇപ്പോൾ ഒരു 4 ദിവസത്തെ ബ്രേക്കിന് വേണ്ടി നമുക്ക് പരിചയമുള്ള നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലിയുടെ അടുത്തോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ആരാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളറിയാവുന്ന ഒരു ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും നമ്മളത് അവിടെ ചെന്ന് കാണിക്കാം ആരാന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മിക്സ്ഡ് കാലാവസ്ഥയാട്ടോ. അതായത് ചിലപ്പോൾ കുറച്ച് നേരം നല്ല ചൂടായിരിക്കും, ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ മഴയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ കറക്റ്റായിട്ട് നമുക്കൊന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ എല്ലാ ടൈപ്പ് ഡ്രസ്സും കരുതണം. അതായത് തണുപ്പായി കഴിഞ്ഞാൽ ഇടാനുള്ള തണുപ്പിൻ്റെ ഡ്രസ്സും, അതേപോലെ ചൂടായി കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഊരി മാറ്റുകയും ചെയ്യണം. അപ്പോൾ ലെയർ ചെയ്ത് വേണം ഡ്രസ്സ് ഇടാനായിട്ട്. അപ്പോൾ അടിയിൽ വലിയ കട്ടിയില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ തണുപ്പിൻ്റെ വല്ല ഹുഡീസോ അങ്ങനത്തെ ജാക്കറ്റ്സോ കാർഡിഗൻസൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കൈ കിട്ടുന്നത് മാത്രമായിട്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ പാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തണുത്ത് ചാവും. ബേബി ചേച്ചിൻ്റെ എല്ലാം സെറ്റായി. ദാവിയുടെയും എൻ്റെയും കൂടെ ഡ്രസ്സ് എടുത്ത് വെക്കണം. എല്ലാ ഓണപരിപാടിയുടെയും തലേന്ന് രാത്രി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ തേക്കുന്ന സാരിയല്ല, എൻ്റെ കെട്ടിയവൻ്റെ മുണ്ടാണ്. മുണ്ട് തേച്ച് വടിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടുവെള്ളമായിരുന്നെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് തേപ്പിക്കുമായിരുന്നു. ഇതിപ്പോൾ അരികും സൈഡൊക്കെ ഞാൻ തന്നെ തേച്ചു ശരിയാക്കണം. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ ഡ്രസ്സെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടെ ഈ ബാഗിനകത്തോട്ടാക്കാം. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നോളൂല്ലോ. ദാവീട് മുണ്ടാണ്, കാണാവോ? അപ്പൻ്റെ മുണ്ട്, മോൻ്റെ മുണ്ട്. അപ്പം നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഒരു പെട്ടി മൊത്തം ഉണ്ട് കേട്ടോ. ഈ എന്ത് ഡ്രസ്സ് നമുക്കിപ്പോൾ പോകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്ത് ആവശ്യം വരും എന്നറിയാത്തതുകൊണ്ട് ഇച്ചിരി ഡ്രസ്സിൻ്റെ എണ്ണം കൂടുതലുണ്ട്. തണുപ്പിൻ്റെയും തണുപ്പില്ലാത്തതിൻ്റെയും ഡ്രസ്സുണ്ട്. പിന്നെ ഈ തണുപ്പുള്ള ഡ്രസ്സൊക്കെ ഇച്ചിരി കട്ടിയുള്ള ഡ്രസ്സാണല്ലോ, വലിപ്പമാണല്ലോ. അപ്പോൾ അതൊന്നും ഒതുങ്ങിയിരിക്കില്ല. അതുകൊണ്ട് പെട്ടി അത്യാവശ്യം വലിയ സ്പേസ് വേണം. എൻ്റെ സാരിയാണ്, ഞാൻ തേച്ചിട്ടില്ല. ഞാൻ പ്ലീറ്റ്സ് മാത്രം ഒന്ന് എടുത്ത് വെച്ചു. അവിടെ പോയിട്ട് തേച്ചിട്ടിടാം. ഈ സാരി ഒട്ടും ഒതുങ്ങത്തില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും എനിക്കിഷ്ടമല്ല ഈ സാരി. ഇത് ഉടുക്കാൻ ഭയങ്കര പാടാണ്. നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഓണത്തിന് വാങ്ങിയതാണ്, പക്ഷെ ഉടുക്കാൻ ഭയങ്കര പാടാണ്. ഈ സാരി ഒട്ടുമേ ഒതുങ്ങത്തില്ല. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി. എനിക്കൊന്ന് ടീം അവൈഡയാണ്. അപ്പോൾ ഞാൻ ദൂരെയാണ്. ടീമിലെല്ലാവരും കൂടെ കൂടുന്നൊരു ദിവസമാണ്. വെൽബീ സെഷനാണ്. വർഷത്തിലൊരിക്കലും നടക്കുള്ളൂ. പക്ഷെ അവിടെ ദാവിക്കും സെഷനും പനിയാണ്. ഇതാണെങ്കിൽ നമുക്ക് പോകാതിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ വൈകിട്ട് നമ്മുടെ പോക്ക് എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ എന്നെ വിളിക്കാനായിട്ട്, ഞാൻ കാറിലല്ല പോകുന്നത്, എന്നെ വിളിക്കാനായിട്ട് എൻ്റെ കൊളീഗ് വരും. എല്ലാവരും ഒരു സ്ഥലത്തായതുകൊണ്ട് എല്ലാവരും കാറ് ഷെയർ ചെയ്താൽ പോകുന്നു. അപ്പോൾ എന്നെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ ആ പുള്ളിക്കാരി വരും വിളിക്കാനായിട്ട്. ഞാൻ പുള്ളിക്കാരിയെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്കിനി പോകുമെന്ന് അറിയില്ല. ഇവർ 2 പേരും പനി കുറഞ്ഞാലേ നമ്മൾ പോകത്തുള്ളൂ. നോക്കാം. അപ്പോൾ പുള്ളിക്കാരി വന്നു, ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മുടെ വെക്കേഷന് വേണ്ടി
ഇറങ്ങിയേക്കാണ്. നമ്മൾ കാറിൽ ഇപ്പോൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ തന്നെ 5:30 5:30 കഴിഞ്ഞ്. പിന്നെ കുളിച്ചൊക്കെ ഇറങ്ങി എല്ലാം ഒന്ന് സ്നാക്സൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ സ്ഥലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 6:30 7 മണിയൊക്കെ ആയി. എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ദാവി ഒരു ഹായ് ഗൈസ് പറഞ്ഞ വീഡിയോ ആയിട്ടാണ് കണ്ടത്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും വെളുപ്പിനെ 2 മണിയാവും. അപ്പോൾ 2 മണിയാകുമ്പോൾ കാണിക്കാനായിട്ട് അവരെ കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേ ഉള്ള വിഷ്വൽസ് കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ടയേർഡാണ്. ദാവിക്ക് പനി കുറവുണ്ട്, ചുമയുണ്ട് കുറച്ച്. എന്താവും എന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. നമ്മൾ ഒത്തിരി അധികം കറക്കമൊന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദാവിക്ക് ഞാനിവിടെ നേസൽ ഫ്ലൂ വാക്സിനേഷൻ എടുത്ത കേട്ടോ. നേസൽ സ്പ്രേ ചെയ്തതാണ്. അതിൻ്റെ പനിയാണ് ദാവിക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. ഹിബിയച്ചന് ചെറിയൊരു തൊണ്ടവേദനയും മൂക്കടുപ്പൊക്കെ ഉണ്ട്. അത് പക്ഷേ ഇപ്പോൾ കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഹോട്ടലിൽ കയറി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കാർഡിഫ് ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർഡിഫിൽ 2 മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് മലയാളി റെസ്റ്റോറൻറ്റ്സിനൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ളൊരു കേരള കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കിഴി പൊറോട്ടയും നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും വാങ്ങി. ദാവിക്കൊരു പ്ലെയിൻ ദോശ വാങ്ങി. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. 2 വർഷത്തിനുള്ളിൽ ഞാൻ ഇപ്പോഴാണ് നല്ലൊരു ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അഫോർഡബിൾ റേറ്റും ആയിരുന്നു. അപ്പോൾ കാർഡിഫിൽ പോകുന്നവർ കേരള കഫേ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ എത്താനൊരു 1.5 മണിക്കൂർ മുന്നേ ഉള്ളപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി കേട്ടോ. ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയുള്ളൊരു സർവീസിൽ നിർത്തിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ മെയിൻ ഇവിടുത്തെ മോട്ടോവേയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സൈഡിലൊക്കെ ഒത്തിരി അധികം സർവീസസ് ഉണ്ട്. അപ്പോൾ സർവീസസിൽ നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. പിന്നെ അവിടുന്ന് കോഫി ടീ കഴിക്കണം എന്തെങ്കിലുമൊക്കെ വാങ്ങാം. പിന്നെ മിക്ക സർവീസസിൻ്റെ ഒപ്പം പെട്രോൾ പമ്പും എയർ ഫില്ല് ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ട്രാവൽ ലോഡ്ജ് ഉണ്ട്. നമ്മൾ ടയേർഡ് ആവുകയാണെങ്കിൽ നമുക്ക് റൂം ബുക്ക് ചെയ്ത് അവിടെ താമസിക്കാം. അപ്പോൾ ഒരുവിധം എല്ലാ മോട്ടോവേസിലും ഒരു 10 to 20 മൈൽസൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർവീസസ് കാണാം. നമുക്ക് അവിടെ കയറി റെസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാവുന്നതാണ്. അങ്ങനെ നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റും കോഫിയൊക്കെ കുടിച്ച് നമ്മുടെ സ്ഥലത്തെത്തിയായിരുന്നു. നെക്സ്റ്റ് ഡേ ആണിത് കേട്ടോ. നമ്മൾ പോയത് സുബി ചേച്ചിയുടെയും പ്രവീണ ചേച്ചിൻ്റെയും വീട്ടിലോട്ടാണ്, ലിങ്കൺഷെയറിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് രാവിലെ ഒരു ബഫറ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ടൈം ആവാറായി. ഇപ്പോൾ ബഫറ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. പ്രവീണ ചേച്ചൻ ഹോട്ടൽസിനെ കുറിച്ച് കണ്ടുപിടിക്കാനും ഫുഡൊക്കെ ട്രൈ ചെയ്യാനും അടിപൊളിയാണ്. ചേച്ചൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളെല്ലാം കഴിക്കാം. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തുള്ള വെസ്റ്റ എന്ന് പറയുന്ന ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ബഫറ്റിന് കയറിയിരിക്കുകയാണ്. സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ബേച്ചിച്ച്? നമ്മൾ ആദ്യം സൂപ്പിൽ നിന്ന് തുടങ്ങി. ക്രാബ് സൂപ്പ് അടിപൊളിയായിരുന്നു ഇവിടെ. പിന്നെ ഹോട്ട് ആൻഡ് സോസ് സൂപ്പും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദാവിക്ക് ഒരു പാൻ കേക്ക് പറഞ്ഞു, ന്യൂട്രല്ല തേച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പാൻ കേക്ക്, ഒരു രക്ഷയില്ല. പിന്നെ ഞാനൊരു സൈഡിൽ നിന്ന് പതുക്കെ തുടങ്ങി കേട്ടോ. കോക്ക് ചിക്കനും ഫ്രൈസും അങ്ങനെ പല വെറൈറ്റി ഓഫ് ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു സൂഷി കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ സൂഷി ഇങ്ങനെ ഓടുന്ന കണ്ടപ്പോൾ എനിക്കും ചേച്ചിക്കും അതൊന്ന് ട്രൈ ചെയ്യാൻ ഭയങ്കര കൊതി. ഞങ്ങൾ ഇതിനും പിന്നെ കഴിച്ചിട്ടില്ല. പക്ഷേ പച്ചമീൻ കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വെജിറ്റബിൾ സൂഷി ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 സൂഷി വാങ്ങിച്ചു. ഒന്ന് കുക്കുംബർ സൂഷിയും പിന്നെ ഒരു സ്വീറ്റ് ടോഫു സൂഷിയും വാങ്ങി. അപ്പം ഞാനത് സോയ് സോസിൽ
ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കുകയാണ്. അപ്പോൾ സൂഷി എല്ലാവർക്കും അറിയാമല്ലോ, പച്ചമീൻ വെച്ചിട്ടാണ് സൂഷി ഉണ്ടാക്കുന്നത്, വേവിക്കത്തില്ല. അതിൻ്റെ മുകളിൽ ചുറ്റിയേക്കുന്ന ആ പച്ച കളറിലെ സാധനം സീവീഡാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് പായൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾക്കറിയാമല്ലോ എത്ര നന്നായിട്ടുണ്ടെന്ന്. ഇച്ചിരി ഒരു കയ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സുബി ചേച്ചിയുടെ ടേണാണ്. ചേച്ചിക്ക് ഒരുവിധം കയ്പും പച്ചക്കറിയും പാവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ സാൽമൺ വെച്ചിട്ട്, പച്ച സാൽമൺ വെച്ചിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. നെക്സ്റ്റ് എന്തായാലും അത് ട്രൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള ധൈര്യം ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അടുത്തത് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് സ്വീറ്റ് ആൻഡ് ടോഫു സുഷിയാണ്. ഇത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഇത് ടോഫുവിൻ്റെ ഒരു കോട്ടിംഗ് ആണ് മുകളിൽ, അതിനകത്ത് റൈസാണ് അവർ വെച്ചേക്കുന്നത്. ഇത് നല്ല അടിപൊളിയായിരുന്നു. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റാവുന്നതായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് ചേച്ചിയുടെ അച്ചാച്ചൻ്റെയും ക്ലോസ് ഫ്രണ്ട്സായ ആൻ്റണിയുടെയും എബിൻ്റെയും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന് അവിടെ നല്ല അടിപൊളി കിട്ടുള്ള ബിരിയാണിയൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.